എളുപ്പമല്ല കേട്ടോ. ടയർഡായോ? ഇല്ല, ടയർഡായിട്ടില്ല. നമുക്ക് കയറും. അതെ ഗൈസ്, രാവിലെ കുറ്റിയം പറിച്ച് പോകുന്ന എങ്ങോട്ടെന്ന് മനസ്സിലായില്ലേ? മലയാറ്റൂർ മല കയറാൻ പോവാണ്. അങ്ങനെ ഒരുപാട് നാൾക്കെന്ന് വെച്ചാൽ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ അങ്ങനെ മല കയറിയതാണ്. പിന്നെ ഞാൻ പോകുന്നത് ഇപ്പോഴാണ്. ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ടല്ല, ചേട്ടത്തി കുറേ ആയി എന്നോട് പറയുന്നു നമുക്ക് മല കയറണം എന്ന്. വൈ നോട്ട്? അപ്പം അങ്ങനെ കയറാൻ തീരുമാനിച്ചു. ഈ പിള്ളേരൊക്കെ എത്രയോ ദൂരം നടന്നു എന്നറിയോ? എളുപ്പമല്ല കേട്ടോ ഇമാതിരി പരിപാടിയൊക്കെ. അങ്ങനെ കയറി തുടങ്ങി. കുറച്ചു നേരം നടന്നു മറത്തപ്പോൾ ഞാൻ ഓടാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് കരങ്ങന്മാരെയൊക്കെ കണ്ട് കടിപ്പിക്കട്ടെ. അങ്ങനെ 14 സ്ഥലത്തെത്തിയപ്പോൾ എന്തൊരാശ്വാസം എന്നറിയോ. പിന്നെ ഓട്ടം തന്നെയായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ചേട്ടത്തിനെ കാണാണ്ടതില്ല. ചേട്ടത്തി താഴ്ന്ന് പയ്യെ നടന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുരിശൊക്കെ താഴ്ന്ന ആൾക്കാർ ചുമന്ന് കയറ്റി നോക്കി. എന്തല്ലേ, എനിക്ക് തന്നെ നടന്നിട്ട് തന്നെ കയറാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ മേളിൽ വന്നിട്ടാ ഈ പുള്ളിനെ കണ്ടപ്പോൾ സമാധാനമായി. പിന്നെ നേർച്ച ഉണ്ടായിരുന്നു, അതും കഴിച്ചു. കുറച്ചെടുത്ത് വായിലേക്ക് ഇട്ടപ്പോൾ കുരുമുളക് കടിച്ച് എരിഞ്ഞിട്ട് എൻ്റെ പൊന്ന് ദൈവമേ. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പ്രകൃതിയൊക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസം. മനുഷ്യൻ താനൊക്കെ ഇടിച്ചെങ്കിൽ സമാധാനപരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു എൻ്റേത്. ഈ പുള്ളിയുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അവിടെ ആ 2 വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാ. ആ കുപ്പി എടുത്തുകൊണ്ട് പുള്ളി പോയി. പുള്ളി മരത്തിൻ്റെ മേളിൽ കയറി അടപ്പ് തുറന്നപ്പോഴത്തേക്കും വെള്ളം മുഴുവൻ താഴത്തോട്ടും പോയി. ചമ്മിപ്പോയി. ഈ കാക്കകൾ എടുക്കുന്ന ഭയങ്കര കരച്ചിലാണ് ഗൈസ്. നമ്മളെയും കൊണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. മിണ്ടായിരിയടാ. അവസാനമായി തോമാസ്ലീഹയുടെ പാദമുദ്രയും കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ നേർച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു, അതും കുടിച്ചു. അടിപൊളിയായിരുന്നു. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, തോമാസ്ലീഹ ഇത്ര കട്ടിയായിട്ടാണ് പാറയെ ചുടനെന്നാ. നല്ല പാദമുദ്ര ഉണ്ടായിരുന്നു. എനിക്ക് സന്തോഷമായി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.